മാധവേട്ടൻ എന്നെ വല്ലാണ്ട് തെറ്റിദ്ധരിച്ചിരിക്കുക. ഞാൻ ഇവിടെ വന്ന് നിങ്ങളെ കണ്ടൊരു സങ്കടം പറയാൻ വന്നതാ. ആ പട്ടാഴിയിലെ പൊന്നുംകുടത്തിന് ഇനി എന്തിനാ ചെമ്പ്രയിൽ ഒരു പൊട്ട്? ഈ വീട് എനിക്ക് വിട്ടുതാ മാധവേട്ട. പട്ടാഴിയിലെ കർണനോടല്ലേ ഞാൻ എന്റെ ആഗ്രഹം പറയുന്നത്. സാധിച്ചു തരണം. കൊതിച്ചുപോയി. എന്റെ കുട്ടിയെ തോൽപ്പിച്ച് ആരാണെന്ന് കേൾക്കണോ? പട്ടാഴി കുഞ്ഞുണ്ണി. എവിടെ മോനെന്റെ ഗിരിയെ വെട്ടി അവനെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് കുളത്തിൽ ചവിട്ടി താഴ്ത്തി കൊന്നു. ആത്മാവും ശരീരവും വേർപെടുത്തി ഈ ഞാൻ മണിയൻകോട്ടു സാവിത്രി. അതിന് പകരം ചോദിക്കാമെന്ന് നിനക്ക് ഞാൻ വെളിപ്പെട്ടു. ആദികേശവനെ കൊന്ന് ലക്ഷണം കാണിച്ചു. മനസ്സിലായോ നിനക്കെന്റെ ശക്തി? ഇനി എനിക്ക് വേണ്ടത് ഇവളെയാണ്. ഇവൾക്ക് വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത് ഇക്കണ്ട കാലം വരേക്കും. അക്ഷരലക്ഷം മന്ത്രങ്ങൾ ഉരുവിട്ട് മന്ത്രസിദ്ധി കൈവന്ന മാധവേട്ടൻ ആവാഹിച്ചാൽ സാവിത്രിക്ക് വരേണ്ടി വരും. കൊല്ലരുത് പാവത്തിന്. കുട്ടിക്കാലം മുതലേ എന്റെ ജീവനാ സാവിത്രി. ഇനി ഞങ്ങളെ വേർപെടുത്താൻ പറ്റില്ല ആർക്കും. നിശ്ചയിച്ചുറപ്പിച്ച തീരുമാനമാണോ? സംശയം വേണ്ടടാ നായേ. ശക്തിയുണ്ടെ തടയടാതി എന്നെ.
ക്രൂരൻ മാത്രമല്ല, പേഴ്സണാലിറ്റി ഡിസോർഡറുള്ള ഒരു രോഗി കൂടിയാണ് നീ. നെല്ലൂർ മനയിൽ ഞാൻ കാലുകുത്തിയ ദിവസം, നിന്റെ നെഞ്ചിൽ ഞാൻ കാലുവെച്ച നിമിഷം, അന്നെനിക്ക് മനസ്സിലായി ഗിരീഷ, ചങ്ങല പൊട്ടിച്ച രോഗിയും ചങ്ങലക്കിടേണ്ട ക്രൂരതയും നീയാണെന്ന്. കുടിപ്പകളിൽ നിന്നും പാപങ്ങളിൽ നിന്നും മോചിപ്പിച്ച് ഇതൊരു മനുഷ്യാലയമാക്കി മാറ്റാമെന്ന് ഞാൻ തുളസിക്ക് വാക്കുകൊടുത്തു പോയി. ഇനി മുതൽ അവൾ ഇവിടെ താമസിക്കും. അതിനു മുമ്പ് നിന്നിലുള്ള സാവിത്രി മരിക്കണം. ആ മരണം നിനക്ക് രോഗങ്ങളിൽ നിന്നും ഭൂമിയിൽ നിന്നുള്ള ശിക്ഷകളിൽ നിന്നുമുള്ള മോചനമാണ്. ഹിംസ ദുഷ്ടനിഗ്രഹത്തിനാണെങ്കിൽ അത് ധർമ്മമാണ്, മനുഷ്യധർമ്മം. പറിച്ചെടുക്കുകയാണ് ഞാൻ അവളെ. ഇല്ല, ഞാൻ വാങ്ങില്ല. എല്ലാം ഒഴിഞ്ഞു പോയെന്ന് വിചാരിച്ചപ്പോ വീണ്ടും അടുത്ത ടീം എത്തിയ. നിർബന്ധിക്കരുത്. വേണ്ട, എനിക്ക് വീട് വേണ്ട. ഞാൻ പട്ടാടിക്ക് വരിക. അച്ഛാ, ഇവരോട് പറയും ഇവിടുന്ന് പോരുതെന്ന്. എനിക്ക് വേണ്ട ഈ വീട്. അലോഷ്യം വേണ്ട. ആദ്യം നീ കുട്ടന്റെ താക്കോലങ്ങ് വാങ്ങിക്ക. സ്വത്ത് കണ്ടപ്പോ അച്ഛന്റെ കണ്ണ് മഞ്ഞളിച്ചല്ലേ. ഞാൻ പറഞ്ഞിട്ടില്ല എനിക്കിതൊന്നും വേണ്ടെന്ന്. ഈ ഇല്ലത്തെ പൂച്ചയ്ക്ക് ബോധമുണ്ട്, പക്ഷേ ബുദ്ധിയില്ല. നീയല്ലാതെ പിന്നെ ആരാ ഈ വീടിന്റെ ഉടയോൾ? നിയമാനുസരണം ഇക്കണ്ട സ്വത്തിന്റെയൊക്കെ ഉടയത്തം നിനക്കായിപ്പോ. കോടീശ്വരിയാ നീ. നെല്ലൂർ മന പഴയ ഇരുട്ടുബാധിച്ച അരക്കില്ലമല്ല, മനുഷ്യർക്ക് പാർക്കാൻ വേണ്ടുന്ന ലക്ഷണമൊത്ത പ്രകാശമുള്ള താമസിക്കാൻ കൊള്ളാവുന്ന ഒരു പാർപ്പിടമാക്കി മാറ്റി. അതായിരുന്നു നീയും ഞാനും തമ്മിലുള്ള വാക്ക്. ജന്മം മുഴുവൻ നിന്നോടൊപ്പം സ്നേഹവാത്സല്യത്തോടെ ഇവിടെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചവനാണ് എന്റെ ഉണ്ണി. ഉണ്ണിയേട്ടൻ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ച ഭവനായത്. അപ്പോ നീയും ഉണ്ടാവണം ഇവിടെ. നാളെ നെല്ലൂർ ഹരിനാരായണന്റെ സന്തതി പരമ്പരകൾ ഈ മുറ്റത്ത് കളിച്ചു വളരണം. ഇത് കുട്ടേട്ടന്റെ ആശയല്ല, വാശിയാണ്. എല്ലാരും പോകാനുള്ള പരിപാടിയാ. ഇത് തന്നെ അവസരം. ഇനി ഒട്ടും സമയം കളയണ്ട, നമുക്ക് വേഗം പോകാം. വരട്ടെ. ഇനി ആര് വരാൻ? ശാരടി മാമേ, പൊട്ടിയ ഓട് മാറ്റാനും ഒരു കൊളുത്തുറപ്പിക്കാനും ഒക്കെ ഇവൻ ധാരാളം മതി. അതിലൊക്കെ ഇവൻ കേമന. അതുകൊണ്ട് ശാരടി മാമയ്ക്ക് ഒരു കയ്യാളായിട്ട് ഇവൻ ഇവിടെ നിൽക്കട്ടെ. അയ്യോ എന്ന് പറഞ്ഞ ഞാൻ ശോഭയിൽ തെളിയുന്ന ദ്രോണ നക്ഷത്ര കോടികൾ കഥിപനാം ദ്രോണ ഉദയത്തിലോംകാര ശംഖമാം ദ്രോണ ശരമാരിയാൽ ശിവനെ അർച്ചിച്ച ദ്രോണ.